എനിക്ക് തന്നിരിക്കുന്ന വിഷയം ക്രൈസ്റ്റ് ഓപ്പൺ ഡോർ ടു എവരി നീഡ്സ്. യേശുക്രിസ്തു എല്ലാ ആവശ്യങ്ങളിലേക്കും തുറക്കപ്പെട്ടിരിക്കുന്ന വാതിൽ, തുറക്കപ്പെട്ടിരിക്കുന്ന വാതിൽ, മനുഷ്യന്റെ ആവശ്യങ്ങളിലേക്ക് തുറക്കപ്പെട്ടിരിക്കുന്ന വാതിൽ. കേട്ടപ്പോൾ തന്നെ സന്തോഷമുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനാധാരമായി റോമാലേഖനം 8:32 വാക്യവും ഫിലിപ്പിയലേഖനം 4:6 വാക്യവും ഇപ്പോൾ ഇവിടെ വായിക്കുന്നതാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കത്തേ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? ഞാൻ ചിന്തിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം നിത്യജീവനുള്ളവനായി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിന്റെ ഫലമായി അവരുടെ നിത്യജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം നഷ്ടപ്പെട്ട നിത്യജീവൻ മടക്കി കിട്ടുക എന്നുള്ളതാണ്. ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യത്തിന് മറുപടിയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? വേദപുസ്തകത്തിലെ സ്വർണ്ണവാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യമായ നഷ്ടപ്പെട്ട നിത്യജീവൻ മനുഷ്യന് നൽകുവാൻ തക്കവണ്ണം ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ പുത്രനെ നൽകിയ ദൈവം ആ പുത്രനിൽ കൂടെ മനുഷ്യന് എന്തെല്ലാം ആവശ്യമുണ്ടോ ആവശ്യങ്ങളെല്ലാം തന്റെ പുത്രനെ കൂടെ നൽകുവാനാണ് ദൈവ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിലായി യേശു നിൽക്കുക. യേശു പറഞ്ഞ അവകാശവാദങ്ങൾ ചിലത് വിശുദ്ധ തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷത്തിന് 7 അവകാശവാദങ്ങളുണ്ട്. അതിലൊന്ന്, ഞാൻ ആടുകളുടെ നല്ല ഇടയനാകുന്നു. അടുത്ത യേശു പറഞ്ഞ ഒരു അവകാശവാദമാണ്, ഞാൻ വാതിലാകുന്നു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. യേശുക്രിസ്തു ആടുകൾക്ക്, ആത്മീയ അജഗണങ്ങൾക്ക് നിത്യതയിലേക്ക് അവർക്ക് പ്രവേശിക്കുവാനുള്ള വാതായി നിൽക്കുമ്പോൾ തന്നെ ആത്മീയ അജഗണങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നൽകുന്ന അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വാതിലായി കൂടെ യേശു നിൽക്കുന്നുവെന്നാണ് നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്. ഈ വാതിലുള്ള അനുഗ്രഹം എത്ര വലുതാണ്! സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന വാതിലാണ് കർത്താവായ യേശുക്രിസ്തു. അതേ യേശുവിനെ ഇങ്ങനെ കൊലോസിലേർത്ത് വായിക്കുന്നു, അവരിലല്ലോ ദൈവത്തിന് സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കൊലോസിലേർത്ത് ഇങ്ങനെ വായിക്കുന്നു, അവർ ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെ നിക്ഷേപങ്ങൾ ഗുപ്തമായിരിക്കുന്നു. അതേ ബേസിലേർത്ത് ഇങ്ങനെ വായിക്കുന്നു, എല്ലാറ്റെയും നിറയ്ക്കുന്നവരെ നിറവായി യേശു നിൽക്കുന്നു.
അവരെ അടുക്കൽ കടന്നു ചെല്ലുന്നവർക്ക് ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ ഭാഗ്യം ലഭിക്കുന്നു. ഈ വാതിൽക്ക് ചെന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ പണത്തിന്റെ ചെലവുണ്ട്, ആവശ്യം സാധിക്കണമെങ്കിൽ. എന്നാൽ ഒരൊറ്റ രൂപ പോലും കൊടുക്കണ്ട, ഒരു പൈസ പോലും കൊടുക്കണ്ട. വിശ്വാസത്തോടെ കടന്നു ചെല്ലുന്ന ഉടനെ കടന്നു ചെല്ലുന്ന ഒരു വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവിനെ ഓർത്ത് ഞാൻ രാത്രികാലം സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വാതിലിന് മറ്റു പ്രത്യേകതയുണ്ട്. ഈ വാതിലിന്റെ വാതിക്കൽ ഒരു ബോർഡ് കാണുവാൻ കഴിയും. മന്ത്രിമാരുടെ ഓഫീസിന് മുമ്പിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുമ്പിലോ കാണാത്ത ബോർഡ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുമ്പിൽ കാണാത്തൊരു ബോർഡ് ഈ വാതിക്കൽ കാണുവാൻ കഴിയും. ആ ബോർഡ് ഇങ്ങനെയാണ്: യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തോ, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് വീട് തുറക്കപ്പെടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ തക്കവണ്ണം വളരെ പ്രത്യേകതകളുള്ളൊരു വാതിൽ സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് തുറന്നതോർത്ത് ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആടുകളുടെ വാതിലാണ്. യേശു പറയുകയാണ്, ഞാൻ ആടുകളുടെ വാതിലാണ്. നമുക്കറിയാം, ആടുകളുടെ വാതിലായിരിക്കുന്ന യേശു ആടുകളുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കുന്ന വാതിലാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. 23-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഈ വാതിലിന്റെ പ്രത്യേകത, ആത്മീയ ജഗണങ്ങൾക്ക് ഈ വാതിൽ എങ്ങനെയായിരിക്കുന്നു? ആത്മീയ ജഗണങ്ങളുടെ ഏറ്റവും ആവശ്യമാണ് ആഹാരവും വെള്ളവും. പ്രൈസ് ദി ലോർഡ്. ഈ വാതിൽ, യേശുവാകുന്ന വാതിൽ, 23-ാം സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത്, സ്വസ്ഥതയുള്ള അത് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവരിൽ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവരിനെ നടത്തുന്നു. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദര സഹോദരി, എന്തു തിന്നും എന്തു കുടിക്കോ, എന്റെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കോ, ഭാവി എങ്ങനെയായി തീരോ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെയായി തീരോ, അടുത്ത നേരത്തെ ആഹാരത്തിന്റെ കാര്യം എങ്ങനെയാണ്, ഒരു വിഷയത്തെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ വാതിനൊരു പ്രത്യേകതയുണ്ട്. നിന്റെ എല്ലാ ആവശ്യങ്ങളും, നിന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ, പ്രത്യേകിച്ച് നിന്റെ ഭൗതികമായ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ ഈ വാതിലിന് കഴിയുമെന്നുള്ള കാര്യം ദൈവത്തിന് മക്കൾ അറിയാതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. 1000 ആകാശത്തിലെ പറവകൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവം, ഭൂമിയിലെ 1000 മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവം, സമുദ്രത്തിലെ 1000 മത്സ്യങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവം, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കോ ആഹാരം കൊടുക്കുന്ന ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ ഭൗതിക ആവശ്യങ്ങൾ മാത്രമല്ല, ആത്മീയ ആവശ്യങ്ങളോ നിവർത്തിച്ചു തരുവാനൊക്കെ വേണ്ട ഞാൻ ആടുകളുടെ വാതിലാണെന്ന് പറഞ്ഞ കർത്താവ് അനുഗ്രഹവുമായി നമ്മെ കാത്തു നിൽക്കുന്ന കൃപയോർത്ത് എത്ര പേർക്ക് സ്തോത്രം പറയുവാൻ കഴിയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആടുകളുടെ അടുത്ത ആവശ്യം പ്രാണന് തടുപ്പാണ്. കാരണം വളരെ വെല്ലുവിളികളുടെ നടുവിൽ ആടുകളായിരിക്കുന്നത്. വിഷപ്പാമ്പുകളുണ്ട്, അതേ കടിച്ചു കീർത്തി ചെന്നായ്ക്കളുണ്ട്, ഊടാടി നടക്കുന്ന സിംഹങ്ങളുണ്ട്, ഹിംസ്ര ജന്തുക്കളുണ്ട്. ഭീഷണിയുടെ മുമ്പിൽ, വെല്ലുവിളിയുടെ മുമ്പിൽ ആടുകളായിരിക്കുമ്പോൾ ആടുകളുടെ വലിയൊരു ആവശ്യമാണ് പ്രാണന് തടുപ്പ് ലഭിക്കുക എന്നുള്ളത്. എന്നാൽ ഈ സങ്കീർത്തനം പറയുന്നു, അവൻ എന്റെ പ്രാണനെ തടുപ്പിക്കുന്നു. ഈ വാതിലിന്റെ ഉടമസ്ഥനായ യേശു നമ്മുടെ ഹൃദയത്തിൽ വിചാരങ്ങളെ ചൂടുപിടിക്കുമ്പോൾ തണുപ്പിക്കുന്ന വാക്കുകളുമായി, സ്വാന്തനപ്പെടുത്തുന്ന വാക്കുകളുമായി, ആശ്വസിപ്പിക്കുന്ന വാക്കുകളുമായി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ടുള്ള അനുഭവങ്ങൾ ഒരു പ്രാവശ്യമല്ല, അനേക പ്രാവശ്യം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ഇത് രാത്രി അവരുടെ ശബ്ദം നിന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ശബ്ദമാണ്. ആടുകളുടെ മറ്റൊരാവശ്യമാണ്
അവരെ നടത്താൻ പരിപാലിക്കുവാൻ ഒരിടയൻ. അതേ 23-ാം സങ്കീർത്തനം പറയുന്നു, ഈ യേശു ആരാണ്? നീതിയുടെ പാതകളെ തന്റെ ആടുകളെ പരിപാലിച്ചു നടത്തുന്ന ഇടയനാണ് നമ്മുടെ കർത്താവായ യേശു. ഈ ആടുകളുടെ അടുത്ത ആവശ്യം ഞാൻ പറയാം. ഈ ആടുകളുടെ അടുത്ത ആവശ്യം, ആടുകൾക്ക് ധൈര്യം ആവശ്യമാണ്. കാര്യം എന്താണെന്ന് നമുക്കറിയാം. പലവിധത്തിലുള്ള പ്രതികൂലങ്ങൾ ഈ ആട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂരുൾ താഴ്വരയുടെ അനുഭവങ്ങളിലൂടെയൊക്കെ ഈ ആട് കടന്നു പോകേണ്ട സമയങ്ങൾ ജീവിതയാത്ര വരാറുണ്ട്. എന്നാൽ ഈ ആടുകളുടെ ആവശ്യമാണ് ധൈര്യമെന്നറിയുന്ന ഈടേൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കൂരുൾ താഴ്വരയിൽ ആടുകളെ വിട്ട് മാറി നിൽക്കുന്നവനല്ല. കൂരുൾ താഴ്വരയിലോ ആടുകളുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെല്ല് അവിടെ ധൈര്യപ്പെടുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്, നമുക്ക് ധൈര്യമാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം അനാഥരല്ല, നാം ഏകരല്ല. അവൻ നമ്മോട് കൂടെ ഉണ്ട്. ലോകത്തിലുള്ള എല്ലാവരെക്കാളും വലിയവൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ എന്തിനാ ധൈര്യപ്പെടുന്നത്? നീ എന്തിനാ ഭയപ്പെടുന്നത്? അവൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ദുഷ്ടനോ നിന്നോട് അടുക്കുവാൻ കഴിയത്തില്ല. അന്ധകാരത്തിൽ കൂടെ കൂരിൽ കൂടെ പോകുമ്പോൾ ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കോ നിന്നോട് അടുക്കുവാൻ കഴിയത്തില്ല. അവർ നിന്നോട് കൂടെ ഇരിക്കുന്നവർ നിനക്ക് ധൈര്യം നൽകുന്നു. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്തായിട്ട് ആടുകൾക്ക് ആവശ്യമായിരിക്കുന്നത് ആശ്വാസമാണ്. ആശ്വാസമില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ശത്രുക്കളുടെ മുമ്പാകെ ദൈവം നിനക്ക് മേശ ഒരുക്കിക്കൊണ്ട് അവൻ നിന്നെ ആശ്വസിപ്പിച്ച് ഇന്ന് രാത്രിയിൽ നിന്നെ അയക്കുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആടുകളുടെ അടുത്ത ആവശ്യം എന്താണെന്ന് ഞാൻ പറയാം. അവർക്ക് ഭദ്രതയുടെ ആവശ്യമുണ്ട്. അവർക്ക് ഭദ്രത ആവശ്യമാണ്. കാരണം അവർക്കെതിരായിട്ട് പോരാടുന്ന പോരാട്ടങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ആടുകൾക്ക് ഭദ്രത ആവശ്യമാണ്. അതിനാ വേണ്ടി ഇതേം ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നീ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആടുകളുടെ തലയിൽ ഈ എണ്ണ ഉണ്ടെങ്കിൽ ഒരു ക്ഷുദ്രജീവികളോ ഈ ആടുകളോട് അടുക്കത്തില്ല. അങ്ങനെയെങ്കിലും ഇന്ന് രാത്രി ഇവിടെ കടന്നു ദൈവവേദനേ, നിന്റെ ആവശ്യമാണ് ഒരു ഭദ്രത. ഇന്ന് രാത്രി പറയട്ടെ, നമുക്ക് ഭദ്രത നൽകുക. പരിശുദ്ധാത്മാവിന്റെ എണ്ണ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നതോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യാ. പരിശുദ്ധാത്മാവിന്റെ എണ്ണ, ഈ പുതിയ എണ്ണ നിന്റെ തലയിൽ ഉണ്ടെങ്കിൽ ഒരു ദുഷ്ട പിശാചിനോ നിന്നോട് അടുക്കുവാൻ കഴിയയില്ലെന്ന്, ഒരാഭിചാരത്തിലോ ഒരു മന്ത്രവാദത്തിലോ നിന്നോട് അടുക്കുവാൻ കഴിയയില്ലെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ശക്തിയോട് ആത്മാവ് ദൈവത്തിന് മഹത്വം കൊടുക്കോ. ഈ പുതിയ എണ്ണ ഏൽപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓ രാമരാധിരാജരാധനവര ഹല്ലേലൂയ ഹല്ലേലൂയ. ആടുകളെ ഏറ്റവും വലിയ ആവശ്യമാണ് ഒരനുഗ്രഹ. ഇന്നിവിടെ വന്നിരിക്കുന്ന ആത്മീയ അജഗണങ്ങളെല്ലാം ആഗ്രഹിച്ചു വന്നിരിക്കുന്നത് ഒരനുഗ്രഹ. 23-ാം സങ്കീർത്തനം പറയുന്നു, ഈ ആടുകളുടെ വാതിലായിരിക്കുന്നവൻ അനുഗ്രഹത്തിലെ കലവറയാണ്. നന്മയോ കരുണയോ നിന്റെ ആയുഷ്കാലം ഒക്കെയോ നിന്നെ പിന്തുടരുന്ന അനുഗ്രഹം നിനക്ക് നൽകുവാൻ കഴിയുന്ന ആടുകളുടെ വാതിൽ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ജീവകാലം മുഴുവൻ ദൈവത്തിന്റെ ആലയത്തിൽ വസിച്ച് അനുഗ്രഹം നൽകുന്ന വാതിലാണ് യേശു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിന്റെ ആവശ്യം എന്താണ്? അത് നിർത്തിക്കാൻ മഹാസമ്പന്നനായി മകന് കഴിയും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഗ്രീസിലെ ഫിലിപ്പ് രാജാവിന്റെ അടുക്കൽ ഒരു യാചകൻ ചെന്നപ്പോൾ ഒരു സഞ്ചി നിറച്ച സ്വർണ്ണ നാണയങ്ങൾ ആ രാജാവ് കൊടുത്തു. അവിടെ നിന്ന് ഭൃത്യന്മാർ ചോദിച്ചതുമാരെ അതൊരു ഒരു ഭിക്ഷക്കാരനാ. രാജാവ് പറഞ്ഞു, എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ എന്റെ മഹത്വത്തിന് തക്കവണ്ണമേ
എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനിവിടുത്തെ രാജാവാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെതിരെ നിന്റെ ആവശ്യമായി കടന്നു ചെല്ലുമ്പോ തന്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണ നിന്റെ സകല ബുദ്ധിമുട്ടുകളോ തീർത്തു തരുവാ നിന്റെ യേശുവിന് കഴിയോ. അവൻ മഹാസമ്പന്നനാണ്. ഇന്ന് രാത്രിന്റെ ബുദ്ധിമുട്ടുകൾ തീരുന്ന രാത്രിയാണ്. നീ വിശ്വസിക്ക. കഴിഞ്ഞ കാലങ്ങൾ പല ആളുകൾ നിന്നെ സഹായിച്ചിട്ടുണ്ട്. അവിടെ കരങ്ങളൊക്കെ കുഴഞ്ഞു പോയിട്ടുണ്ട്. സഹായിച്ചവരൊക്കെ കൈമലർത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാല വിശ്വാസത്തോടെ ആ വാതിൽക്ക് ചെല്ലുന്ന ഒരൊറ്റയാളോ ചെന്നതുപോലെ തിരിച്ചു പോകേണ്ടി വരുന്നില്ല. നിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം തീർക്കുവാൻ അവൻ മഹാസമ്പന്നനാണ്. അടുത്തതായിട്ട് കാണുന്ന ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അധികാരം അവന്റെ തോളിലായിരിക്കുന്നത്. നിന്റെ പേരുള്ള അധികാരം പിശാചിന്റെ കയ്യിലല്ല. നിന്റെ പേരുള്ള അധികാരം രോഗത്തിന്റെ കയ്യിലല്ല. നിന്റെ പേരുള്ള അധികാരം മരണത്തിന്റെ കയ്യിലല്ല. നിന്റെ പേരുള്ള അധികാരം വിശേഷ വിരോധിയുടെ കയ്യിലല്ല. നിന്റെ പേരുള്ള അധികാരം അവന്റെ കയ്യിലാടിരിക്കുന്നത്. അവനറിയാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല. നിന്റെ പേര് അധികാരം അവനാണ്. പ്രൈസ് ദി ലോർഡ്. അധികാരം അവരുടെ തോളിലാണെന്ന് പറയുമ്പോൾ യെശയ്യാവിന്റെ കാര്യത്തെക്കുറിച്ച് 22 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. ദാവീദ് ഗ്രഹത്തിന് ഒരു താക്കോലല്ല, താക്കോൽ കൂട്ടമായതുകൊണ്ട് തോളിൽ വെക്കേണ്ടി വന്നത്. അതെ, അവന്റെ കയ്യിലാണ് അധികാരത്തിന്റെ താക്കോലെല്ലാം ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് ഏതാ ആവശ്യമുള്ളത് അത് തുറന്നു തരത്തക്കവണ്ണം ആ താക്കോൽ അവന്റെ കയ്യിലുണ്ട്. നമ്മുടെ ദൈവം അരുളി ചെയ്തു, ആകാശത്തിന് കിളിവാതിൽ തുറക്കുമെന്ന്. അങ്ങനെ അല്ല അരുളി ചെയ്തത്. ആകാശത്തിന് കിളിവാതിലുകൾ അവൻ തുറക്കുമെന്ന് അരുളി ചെയ്തെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അവരുടെ കയ്യിലിരിക്കുന്ന താക്കോൽ കൂട്ടം ഏതാണെന്നറിയാമോ? നിന്റെ ഓരോ ആവശ്യത്തിനോ അവിടെ ഒരു കിളിവാതിലുണ്ട്. ഇന്ന് രാത്രി രക്ഷയാണ് നിനക്ക് ആവശ്യം ചോദിച്ചു. ആ രക്ഷയുടെ കിളിവാതിൽ ഇന്ന് തുറക്കാൻ അവരെ താക്കോലുണ്ട്. ഇന്ന് രാത്രി രോഗസൗഖ്യമാണോ നിന്റെ ആവശ്യം? രോഗസൗഖ്യത്തിന് കിളിവാതിൽ തുറക്കാൻ അവരെ താക്കോലുണ്ട്. നിനക്ക് സമാധാനമാണോ ആവശ്യം? സമാധാനത്തിന് കിളിവാതിലിന്റെ താക്കോൽ അവന്റെ കയ്യിലുണ്ട്. നിന്റെ ഭൗതിക ആവശ്യമാണോ നിനക്കുള്ളത്? അതിന്റെ താക്കോൽ അവന്റെ കയ്യിലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്ന രാത്രി എനിക്ക് വേണ്ട എന്റെ ആവശ്യം അറിഞ്ഞുള്ള കിളിവാതിൽ തുറക്കാനുള്ള താക്കോൽ എന്റെ യേശുവിന്റെ കയ്യിലുണ്ട്. നിന്റെ ചെറിയ ആവശ്യമായാലോ വലിയ ആവശ്യമായാലോ അത് നിവർത്തിക്കാനുള്ള കിളിവാതിൽ സ്വർഗത്തിലുണ്ട്. ലോകത്തിലെ വാതിലുകളൊക്കെ നിനക്കെതിരായി അടഞ്ഞു കിടക്കുന്നത് കണ്ട് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. പല ആ വാതിൽക്കൽ നീ മുട്ടിയിട്ട് അവർ തോന്നില്ല, നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. നീ ചെല്ലുന്നത് കണ്ട് ചിലരൊക്കെ വാതിൽ കൊട്ടിടയ്ക്കുന്ന കണ്ട് നിനക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, യേശുവിന്റെ കയ്യിൽ താക്കോലുണ്ട്. നിന്റെ ഏത് ആവശ്യങ്ങളോ നിവർത്തിക്കുന്ന വാതിൽ തുറക്കുവാൻ അവരുടെ കയ്യിൽ താക്കോലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആവശ്യം ചോദിച്ചോ, ഒരു നിമിഷം ചോദിച്ചോ. ഈ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ താക്കോൽ അവരുപയോഗിക്കുന്നു. ഇവിടെ എത്ര പേരുണ്ടെങ്കിലോ, 5000 പേരുണ്ടെങ്കിലോ, 10000 പേരുണ്ടെങ്കിലോ അവിടെ ആവശ്യം ചോദിക്കുമ്പോ അവിടെ ആവശ്യങ്ങൾ അറിഞ്ഞ് തുറക്കാൻ താക്കോലുണ്ട്. അവരെ ശ്രീ വണ്ണാരോ അനുഗ്രഹം കൊണ്ട് തുറന്നിരിക്കുകയാണ്. അവൻ നിനക്ക് വേണ്ടി ആ താക്കോൽ ഉപയോഗിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ യുദ്ധ ദിവസങ്ങൾ വരുമ്പോ ഒരു വീരനെ പോലെ, ഒരു യോദ്ധാവിനെ പോലെ നിന്റെ യേശു നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവോ ഇറങ്ങി വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ പ്രതിസന്ധിക്ക് അവൻ മാറി നിൽക്കുന്നവനല്ല, അവൻ അവൻ നിൽക്കുന്നവനല്ല. അവൻ യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരുന്നവനാ. അവൻ മഹാവീരനാണ്. അവൻ ആരാണ്? അവൻ നിത്യപിതാവാ. ലോകത്തിൽ ആർക്കും നിത്യപിതാവില്ല. കൂടി 50 വർഷം, കുറച്ചുകൂടെ കൂടി 60 വർഷം, അത് കഴിയുമ്പോൾ അവർ മരിക്കും.
ഒരൊറ്റ നിത്യപിതാവ് ഇവിടെ ഇരിക്കുന്ന ആർക്കുമില്ല. എന്നാൽ ലോകത്തിലെ അനേകർക്ക് നിത്യപിതാവില്ലാതെ ഭാരപ്പെടുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നിന്നെ വീണ്ടും ജനിപ്പിച്ച നിന്റെ യേശു നിത്യപിതാവ്, നിന്നോട് കരുണയുള്ള പിതാവ്, നിനക്ക് വേണ്ടി കരുതലുള്ള പിതാവ്, നിന്നോട് സ്നേഹമുള്ള പിതാവ്, നിനക്ക് വേണ്ടി അവകാശങ്ങൾ വീതിച്ചു തരുവാൻ തയ്യാറുള്ള പിതാവ്, നിനക്ക് വേണ്ടി അളവുനൂലും മനോഹര ദേശത്ത് പിടിക്കുന്ന ഒരു നിത്യപിതാവ് നിനക്കുണ്ടെന്ന് ഓർക്കുമ്പോൾ ശക്തിയോട് സ്തോത്രം ചെയ്യ്. അവൻ നിത്യപിതാവ്. ഞാൻ പെട്ടെന്ന് പറയട്ടെ, അവൻ സമാധാന പ്രഭുവാ. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യമാ സമാധാനം. ലോകത്ത് മനുഷ്യൻ എന്തെല്ലാം ഉണ്ടെങ്കിലോ ഭൂമിയിലായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് സമാധാനം. എന്നാൽ ആ സമാധാനം നൽകുവാൻ യേശു സമാധാനത്തെ പ്രഭുവാ. ലക്ഷപ്രഭുക്കളുണ്ട്, കോടി പ്രഭുക്കളുണ്ട്, ഒരു പണത്തിന്റെ പ്രഭുക്കളാ. എന്നാൽ നമ്മുടെ യേശു പണത്തിന്റെ പ്രഭു എന്നതിനേക്കാൾ സമാധാനത്തിന്റെ പ്രഭുവാ. അവരുടെ അടുക്ക് ചെല്ലുമ്പോൾ ആ സമാധാനം സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാന, ബുദ്ധിക്കതീതമായ ആ ദിവ്യ സമാധാനം നമ്മുടെ ഹൃദയങ്ങൾ പകർന്നിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നുവെച്ചു പോകുന്നു. ആ ലോകം നൽകുന്ന സമാധാനമല്ല, യേശുവിന്റെ സമാധാനം. ആ സമാധാന പ്രത്യേകത എന്താ? ഗോൽഗോഥാ കുന്നിൽ കിടന്ന് അതിവേദന അനുഭവിക്കുമ്പോഴും സമാധാനം നഷ്ടപ്പെട്ടു പോകാതെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ യേശുവിന്റെ സമാധാനമാ അവൻ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. രക്തസാക്ഷികൾ തളച്ചെണ്ണയുടെ മുമ്പ്, അതേ ജ്വലിക്കുന്ന വാടിന്റെ മുമ്പ്, സമൂഹ ഗുഹയുടെ മുമ്പ് അവരധൈര്യപ്പെടാതെ, അവർ സമനില തെറ്റാതെ അവർ പിടിച്ചതിന്റെ രഹസ്യം എന്താണെന്ന് ഞാൻ പറയാ. ലോകത്തിന് കാണാൻ കഴിയാത്തൊരു സമാധാനം അവിടെ ഉള്ളിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, യേശുവോട് കർത്താവ്, യേശുവോട് കർത്താവ്. അവർ മരണത്തെ ഭയന്നില്ല. ആ സമാധാനം അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടതായി മാറി. അതേ യേശുവാരാ.